നീ തട്ടിയിടുവോ ജമന്തിയേ മാമി എന്തിനിത്ര ഒച്ചത്തി വിളിക്കണം? അവിടെ അവിടെ ഉണ്ടല്ലോ. എന്തെവിടെ എന്നാ വിളിക്ക്. മാമി എന്താ കിടക്കാൻ കൂട്ട് വേണോ? വേണ്ട, ഇവിടെ സ്മിത ചേച്ചി ഉണ്ടല്ലോ. ഉറങ്ങിയവര്? ഞാൻ വരാം, ഞാൻ നല്ലോണ്ട് കിടക്കാം. അതിന് വേണ്ടിട്ടായിരുന്നു അല്ലേ? നല്ല ഉറങ്ങിയ വീടല്ലേ? എന്താ ഈ ഭക്ഷണം കഴിച്ചാ? നാത്തൂന് ഒരു പ്രശ്നമുണ്ട്. നാത്തൂനെ എന്താ? സ്മിത ചേച്ചി വന്നതേ പൈസക്കാ. സ്മിത ചേച്ചിയുടെ ഭർത്താവ് ആശുപത്രിയിലാണ്. അയ്യോ എന്തോ പ്രഷർ അടിച്ചിട്ട് ഒരു വശം തളർന്നു പോയിന്ന്. ദൈവമേ, പണിക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനാ പെട്ടെന്ന് വീണുപോയി. ഭയങ്കര കരച്ചിലാണ് ഓരെന്നെ പറഞ്ഞോണ്ട്. എന്നിട്ട് ആശുപത്രിയിലാണോ? ആശുപത്രിയിൽ നിന്നാണ് വന്നത്. ചേട്ടൻ അഡ്മിറ്റ് ആണ്. അവിടെ നിന്നാണ് ചേച്ചി വന്നത്. അയ്യോ കഷ്ടമായി പോയല്ലോടിയേ. ഭയങ്കര കരച്ചിലായിരുന്നു. ഇവർക്ക് വീട്ടില് കഴിവൊന്നും ഇല്ലാത്തവരാണോ? കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ കുറെ പൈസ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ പൈസ നമ്മൾ ഒരു കാര്യം ചെയ്യും, അച്ഛനോട് ചോദിക്കാൻ പറയായിരുന്നില്ല? അച്ഛൻ അവിടെ ഉണ്ടല്ലോ. അച്ഛൻ്റെ അടുത്ത് പോയി ചേച്ചി. അപ്പൊ അച്ഛൻ അവിടെ ഇല്ലാന്ന്. പിന്നെ അച്ഛനോട് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലാണെങ്കിൽ കുഞ്ഞുനാള് തൊട്ട് വരുന്നൊക്കെയാണേ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം. രാവിലെ പോകുമ്പോ വേണം. രാവിലെ പോകുമ്പോഴല്ലേ? ഞാൻ പറഞ്ഞു ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ എന്ന്. പക്ഷെ എന്നാലും ആദ്യമായിട്ട് ചോദിക്കണല്ലേ. എത്ര വേണം? 10,000 രൂപ. 10,000 രൂപയോ? ഹോസ്പിറ്റലിൽ അടയ്ക്കാനാ. ഞാനോടത്തൊരു 10,000-3,000 രൂപ മതിയായിരിക്കുന്നു. ഞാൻ കുടുംബശ്രീന്ന് വല്ലയിടത്തുനിന്ന് മേടിച്ചു തരാന്ന് വിചാരിച്ചായിരുന്നു. 10,000 രൂപ ആയതുകൊണ്ട് ഞാൻ എവിടുന്ന് എടുത്തിട്ട് കൊടുക്കും? ഇപ്പൊ എന്താ ചെയ്യണേ? ഡാഡിയുടെ പൈസ ഇരിപ്പില്ലേടി? ക്രീറ്റോന്റെ പൈസ ഉണ്ട്. ഉണ്ടോ? അതൊന്ന് ചോദിച്ചു നോക്കുന്ന. പക്ഷെ ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. എനിക്ക് 2,000 രൂപ തരാൻ പറഞ്ഞിട്ട് തന്നില്ല. അല്ല, ഇത് നമുക്ക് ഏട്ടൻ വന്നാൽ ഉടനെ തിരിച്ചു കൊടുക്കാം. ഏട്ടൻ വരേണ്ട താമസമല്ലേ ഉള്ളു. അതെന്തോ പാർട്ടിയിൽ എന്താ പിരിവുന്ന എന്തൊക്കെയോ. നാത്തൂനെ പാർട്ടിയാണ്, ഇതൊരു ആശുപത്രി കേസല്ലേ, അതല്ലേ വലുത്. അല്ല എനിക്ക് കുഴപ്പമുണ്ടായിട്ടാണ് തന്നാ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ ക്ലീറ്റോ ചേട്ടനെ ഏട്ടൻ എന്തോരം സഹായിക്കണതാ. ഒന്ന് പറഞ്ഞു നോക്ക് നാത്തൂനെ. ഞാൻ ചോദിച്ചു നോക്കാം. നീ ഉറപ്പൊന്നും പറയണ്ട, ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഞാൻ പറയണൊന്നുമില്ല. ഇനിയിപ്പോ ക്ലീറ്റോ ചേട്ടൻ കാലും അറിയാലോ. ഇന്ന് സമ്മതിപ്പിക്കണേ. ഇപ്പൊ രാത്രി ഒന്ന് ചോദിച്ചു നോക്ക്. ഇങ്ങനെ 2 ദിവസത്തേക്ക് മതി എന്ന് പറ. എന്തായാലും സമ്മതിക്കുമായിരിക്കും. ഏട്ടൻ വന്ന് അന്ന് തന്നെ കൊടുക്കാം. ഞാൻ നോക്കട്ടെ നീ സമാധാനപ്പെടും. ചോദിക്കണേ. അവളെ നല്ലുവിന്റെ കൂടെ കിടത്തരുത്. ആ കൈയും കാലൊക്കെ അതിന്റെ പുറത്തോട്ട് എടുത്തിട്ട് ശ്വാസം മുട്ടിക്കും. അവളും തിരിച്ച് നല്ലത് കൊടുത്തോളൂ. പോലെ പോലെ ഇത് അടച്ചിട്ട് പോവാ. അമ്മേ അവിടെ നിന്ന് അടച്ചു. ഇവിടെ ഞാൻ ആലോചിക്കുക, നാളെ എന്തായാലും ആ ബാങ്കിന്റെ മുമ്പ് പോയി നാളെ സമരം ചെയ്ത് ഞങ്ങൾ ആ കാര്യം നേടിയെടുക്കും. ഇവിടെ കിടക്ക്. എടി നീയേ ഒന്ന് ഇവിടെ ഒന്ന് തിരുമിക്കേടി. ഇവിടെ ഈ തോളിന്റെ ഈ ഭാഗത്തെ എന്തുവാ ക്ലീറ്റോ ശരീരം നോക്കാതെ ഓരോന്ന് ചെയ്യണോണ്ടല്ലേ ഇങ്ങനെ കൈക്കൊക്കെ വേദന? മുദ്രാവാക്യം വിളിച്ചതേ, മുദ്രാവാക്യം വിളിക്കുമ്പോ ഈ കൈ ഇങ്ങനെ എടുത്ത് വിളിക്കണ്ടേ, നമ്മളെ ആവേശം. അപ്പോഴിതൊന്നും ഓർക്കില്ലടി. ആ ചെറിയ ആൾക്കാരെയൊക്കെ കൊണ്ടങ്ങ് വിളിപ്പിച്ചാൽ മതി. ക്ലീറ്റോ എന്തിനിപ്പോ അതിനൊക്കെ മെനക്കിടുന്നേ? അങ്ങനെയൊന്നും പറയല്ലേ. നമ്മളീ പറഞ്ഞില്ലേ, നമ്മളെ മനസ്സും ശരീരവും 100% അതിൽ അർപ്പിച്ചിട്ടാണ് ഞാൻ എന്തിനും ഇറങ്ങണത്. അതെനിക്കറിയാം. ക്ലീറ്റോ, ഈ ക്ലീറ്റോന് ഭയങ്കര സന്തോഷമാണ് അല്ലേ ഇങ്ങനെ പൊതുപ്രവർത്തനമൊക്കെ ചെയ്യുമ്പോ മനസ്സിൽ പാവങ്ങളെയൊക്കെ സഹായിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇവിടെ ഉണ്ടാവുന്ന ഓരോ തിക്ത അനുഭവങ്ങളും മറക്കണത് പാർട്ടി ഓഫീസിൽ പോയി ഇരിക്കുമ്പോഴും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും എൻ്റെ മനസ്സൊന്ന് ഫ്രീ ആവണം. ശരിക്കും പറഞ്ഞാലില്ലേ, ഞാനൊക്കെ പുറത്തോട്ട് ഈ റേഷൻ കടയിലൊക്കെ പോകുമ്പോഴേ എന്തൊരു ബഹുമാനാന്നറിയോ ആൾക്കാർക്ക് എന്നോട്. ആ ക്ലീറ്റോ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും അവരൊക്കെ എന്നെ എന്ത് ചേച്ചിന്നൊക്കെ വിളിച്ചങ്ങ് എത്തിക്കൂല. അതേപോലെ എന്നെ ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിയിൽ എന്നെ പോലെ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളുടെ പാർട്ടി ഇപ്പോൾ എവിടെ എത്തിയനെ. ക്ലീറ്റോ ജോലിക്കൊന്നും പോകണ്ട ക്ലീറ്റോ, ഇങ്ങനെ തന്നെ പോയാൽ മതി. ഇതാണ് എനിക്കും ഇഷ്ടം. അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ. ഇന്നേ നമ്മുടെ ജമന്തിയില്ലേ? ഏത് ജമന്തി? ഓ എത്ര ജമന്തിന്നറിയാം? നമ്മുടെ ജമന്തി കനകന്റെ പെണ്ണ്. ജമന്തിയുടെ ഒരു ചേച്ചി വന്നിട്ടുണ്ട്, അകന്ന ബന്ധത്തിലെ സ്മിത ചേച്ചി. അവർക്ക് കുറെ കുഞ്ഞമ്മമാരും ഉണ്ട്, കുഞ്ഞമ്മമാർക്ക് നിറയെ മക്കളും ഉണ്ട്. കുഞ്ഞമ്മ എല്ലാവരുടെ വകയിലൊരു ചേച്ചിയാന്നാ പറഞ്ഞു. എനിക്ക്
ഒന്നുമല്ല, അവര് നല്ല കഴിവൊക്കെയുള്ള കുടുംബത്തിലേ ആകട്ടോ. ഉം. പക്ഷെ ഇപ്പൊ ഒരു ലേശം തളർച്ച പറ്റിയിരിക്കുക ചേച്ചിക്കൊക്കെ. അവർക്ക് തളച്ചയാ? അല്ല, അവർക്ക് തളർച്ചാന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തികമേ. ആ. ആ ചേട്ടൻ എന്തോ ബിസിനസ് ഒക്കെ ആയിരുന്നു. ഉം. പക്ഷേ ഇപ്പൊ ഇച്ചിരി ആ ചേട്ടന് പെട്ടെന്ന് അങ്ങോട്ട് പ്രഷർ കയറി ഒരു വശം അങ്ങ് തളർന്നു പോയി ക്ലീറ്റോ. എങ്കിൽ ഈ വന്ന പെണ്ണും പിള്ളയില്ലേ ആ ജമന്തിയുടെ മറ്റേ വന്ന അവരെ വരുത്തത്? സ്മിത. ആള് കുഴപ്പക്കാരിയായിരിക്കും, അയാൾക്ക് പ്രഷർ കൂടിയെങ്കിൽ. ഓ, അതിനൊന്ന് കാണണം. മാതാവ് ഇരിക്കണ പോലെ ഇരിക്കണ. പിന്നെ എവിടെയെങ്കിലും കയറ്റി ഇരുന്ന് പ്രതിഷ്ഠിക്കാല്ല മാതാവ്. പോകില്ല. അവർക്ക് അവള് വന്ന എന്തിനാന്നറിയാവോ? മറ്റേ അവർക്കേ പെട്ടെന്ന് ആശുപത്രിയിൽ കുറച്ച് പൈസ അടയ്ക്കണമെന്നേ. പാവം. പൈസ അവിടെ കനകന്റെ കനകനില്ലല്ലോ, അതാ ഞാൻ ഓർത്തത്. കനകൻ അവിടെ ഇല്ലല്ലോ. 10,000 രൂപ വേണം. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, ക്ലീറ്റോ തരും എന്ന് പറഞ്ഞു. ഞാനോ? അല്ല, ഞാൻ പറഞ്ഞു പോയി ക്ലീറ്റോന്റെ കയ്യിൽ പൈസ ഇരിപ്പുണ്ടെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, പിന്നെ പത്രത്തിലൊക്കെ വിളിച്ച് അറിയിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിക്കണത്, പറ്റുമെങ്കിൽ ചാനലിലും കൂടെ കൊടുക്ക്. അല്ല, നമുക്കത് പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ. നീയാണോ തീരുമാനിക്കണത് പൈസക്ക് ആവശ്യം ഉണ്ടായില്ല എന്നുള്ളത്? നീ എന്തോന്ന് ഉദ്ദേശിച്ചത് അംഗം പറയണത്? ക്ലീറ്റോ സുഖമില്ലാത്ത ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാ ക്ലീറ്റോ. സുഖമില്ലാത്ത ആളുകളെ സഹായിക്കാൻ ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ വെറും ഒരു സാധാരണക്കാരൻ. ഞാൻ കുറെ ഇതെന്താന്ന് വെച്ചാ പൈസ അങ്ങനെ കൊടുക്കണ്ട, തരും. കനകൻ മറ്റന്നാൾ വരൂലേ, നേരെ തരും ക്ലീറ്റോന് ആ പൈസ. അപ്പൊ അവരോട് ഇവിടെ നിന്നിട്ട് കനകം മറ്റന്നാൾ വന്നതിന് ശേഷം പൈസയും വാങ്ങിച്ച് അവർ ആശുപത്രി കാര്യം നടത്തിയിട്ട് പോകാൻ പറഞ്ഞാൽ മതി. അപ്പോഴത്തേനും അവർക്ക് അവിടെ പൈസ അടയ്ക്കണം. ഇത് ആശുപത്രി പോണതിന് മുമ്പ് അവർക്ക് അറിഞ്ഞൂടെ പൈസ അടയ്ക്കണമെന്നുള്ളത്? തമാശ പറഞ്ഞാന്ന് എനിക്ക് തമാശ എന്നല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. നീ ചുമ്മാ ഇരുന്ന നിനക്ക് വേറെ ഒരു പണിയില്ല. മനുഷ്യന്റെ രാത്രി ഇച്ചിരി സമാധാനമായിട്ട് ഉറങ്ങാൻ കിടക്കുക. ഇതൊക്കെയാണ് ഈ വീട്ടിൽ വന്ന് കയറിയുള്ള കുഴപ്പം. ക്ലീറ്റോ കൊടുക്കുന്നു എനിക്കറിയാലോ. എന്തിന് ഞാൻ കൊടുക്കുന്നു? അതിന് വേറെ ആവശ്യത്തിലുള്ള പൈസ, പാർട്ടി ആവശ്യത്തിനുള്ള പൈസയാണത്. അതൊന്നും എടുക്കാനൊന്നും പറ്റില്ല. ക്ലീറ്റോ ഇങ്ങനെ മുഖമടച്ച് പറയല്ലേ ക്ലീറ്റോ. ക്ലീറ്റോ എന്തോരം ആൾക്കാരുടെ കയ്യിൽ നിന്ന് എരുന്നിട്ട് ക്ലീറ്റോ ഓരോ സമയത്തും എത്ര ആൾക്കാരുടെ സഹായം ക്ലീറ്റോ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ ഒരാള് സഹായിക്കാൻ വരും, സഹായം ചോദിച്ചു വരുമ്പോ അത് സഹായിക്കണ്ടേ? അപ്പൊ ഞാനിങ്ങനെ തെണ്ടി നടക്കണല്ലേ, നിനക്ക് ഒരു എളുപ്പമില്ല അല്ലേ? നിങ്ങളിപ്പോ സഹായിച്ചാലും ഇല്ലെങ്കിലും തെണ്ടുവല്ലോ. ഓ, കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. ഒരു കാര്യം ഞാൻ പറയാം, ആ പൈസ കണ്ടുകൊണ്ട് അവരെ ഇവിടെ നിൽക്കണ്ടെന്ന് പറ, അടുത്ത വണ്ടി കയറാൻ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ വാക്ക് പറഞ്ഞു, അവർക്ക് പൈസ കൊടുക്കണം. നീ വാക്ക് പറഞ്ഞെങ്കിൽ നീ കൊടുക്കണം. നിങ്ങൾ ആരാ എന്റെ? എടി, ഞാൻ ആരാന്ന് ചോദിച്ചാല് പാർട്ടിയുടെ പൈസയാണ്. പാർട്ടി നമ്മളെ ഇതുമായിട്ട് വ്യത്യാസം. പാർട്ടിക്ക് ഭാര്യ ഭർത്താവ് അതൊന്നും അവരുടെ വിഷയത്തിൽ പറഞ്ഞതല്ല, അത് കണക്കുള്ള പൈസ. എനിക്കതൊന്നും അറിയണ്ട. സുഖമില്ലാത്ത ഒരാളെ സഹായിക്കാൻ വേണ്ടിട്ട് നാളെ ഞാൻ വീഴോ നിങ്ങൾ വീഴോ എന്നൊന്നും അറിയാൻ പാടില്ല. അന്നേരം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമുക്ക് വീഴുമ്പോ അപ്പോഴത്തെ ആലോചിക്കാം. ഇപ്പൊ എന്തിനാണ് നമ്മൾ എപ്പോഴോ പെയ്യണ മഴയെ കുറിച്ച് ആലോചിച്ച് ഇപ്പോഴേ കുട പിടിക്കണ്ടല്ലോ. ഞാൻ പറയണത് ക്ലീറ്റോന് മനസ്സിലാവാൻ. എനിക്ക് എല്ലാം മനസ്സിലാവണം. ഇല്ല, ഞാൻ പറഞ്ഞുതരാം എന്താ സംഗതി എന്ന് വെച്ചാൽ, അവർക്കിപ്പോ ഇങ്ങനെ ആശുപത്രിയിൽ പെട്ടെന്ന് ഒരു 10,000 രൂപ അടയ്ക്കണം. അവർക്ക് ഇപ്പൊ പൈസ വേണം. അത് തന്നെയാണല്ലോ നീ ഇനിയും പറഞ്ഞു പറഞ്ഞത്. ആണല്ലോ, അത് എന്റെ ഇല്ല, അത് നടക്കില്ല, അത് പ്രതീക്ഷിക്കണ്ട. ഉണ്ടല്ലോ ക്ലീറ്റോ, എന്റെ ഉണ്ട്. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും തങ്കം. 2 ദിവസത്തെ കാര്യമല്ലേ? 2 ദിവസത്തേക്ക് നീ ആ പൈസ എടുക്കാൻ പറ്റില്ല. അത് നാളേക്ക് ആവശ്യമുള്ള പൈസയാണ്. നിങ്ങളോട് ഞാൻ നല്ലത് പറഞ്ഞു നോക്കി, നിങ്ങൾക്ക് പറ്റൂലേ? എന്റെ കർത്താവ്, ഇത് എന്തൊരു കഷ്ടമാണിത്. മനുഷ്യന് ഇച്ചിരി ഉറങ്ങാൻ സംഭവിക്കില്ലെന്ന് പറഞ്ഞ അവളെ കനകനെ വിളിച്ച് ചോദിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പറയാൻ കൊണ്ട്. എന്റെ പൈസ അനുഭവിച്ചില്ലെങ്കിൽ ഞാൻ അനുഭവിച്ചോളാം. ഓ, പിന്നെ എനിക്ക് കിടക്കണം. പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. ആരെ സഹായിക്കണ്ട, കെട്ടിപ്പൂട്ടി വെച്ചോ. ആയിക്കോട്ടെ, അതുകൊണ്ടുണ്ടാവുന്ന ദോഷം ഞാൻ അങ്ങ് സഹിച്ചു. ഇനി എന്ത് ദോഷം വരാൻ നിങ്ങൾക്ക്? നിങ്ങൾ വെറുതെ അല്ലേ ഗതി പിടിക്കാൻ? കന്നടി, എന്റെ ദോഷം 15 കൊല്ലം മുമ്പേ വന്നില്ലേ, നിന്നെ കെട്ടിയെടുത്തില്ലേ? എന്റെ ദോഷം എന്റെ കഷ്ടകാലത്തിൽ ദോഷം തുടങ്ങി.